ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ കലീഷ് അമ്രാസ്. ജീവിതത്തിൽ നിങ്ങൾക്ക് അതിശക്തമായി പ്രണയം തോന്നിയ ഏതെങ്കിലും വേളകളുണ്ടായിട്ടുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ ആ സമയത്ത് അനുഭവപ്പെട്ട അനുഭൂതികൾ, ആ സമയത്ത് നിങ്ങൾ കണ്ട ചിത്രങ്ങൾ, നിങ്ങൾ നുറുന്ന നറുമണങ്ങൾ, നിങ്ങൾ കേട്ട സംഗീതത്തിനൊക്കെ നിങ്ങൾ അനുഭവിച്ച ആ സുഖം, അത് വല്ലാത്തൊരു സുഖമായിരുന്നു അല്ലേ? ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര സമയങ്ങളിൽ നിങ്ങൾ ഒരുപാട് വിജയങ്ങൾ കൈവരിച്ചു. അപ്പം നിങ്ങൾക്കുണ്ടായ ആ സന്തോഷം, അപ്പോഴുണ്ടായ ആ രംഗങ്ങൾ, അപ്പോഴുണ്ടായിട്ടുള്ള ശബ്ദങ്ങൾ, ഇവയൊക്കെ നിങ്ങൾക്ക് നൽകുക, ആ നിമിഷങ്ങളിൽ നൽകിയ അനുഭൂതി വളരെ വലുതായിരുന്നു അല്ലേ? നിങ്ങളെപ്പോഴും അറിഞ്ഞിട്ടുണ്ടോ, ആ സാഹചര്യങ്ങളല്ല നിങ്ങളിൽ ഇത് സൃഷ്ടിച്ചത്. അത് നിങ്ങളുടെ തലച്ചോറിൽ നിന്നും നിങ്ങളുടെ മനസ്സിൽ നിന്നും ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ അത് അവിടെ ഉണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട എല്ലാ റിസോഴ്സുകളും നിങ്ങളിൽ തന്നെയുണ്ട്. അത്തരം സാഹചര്യത്തിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള, വളരെ സ്നേഹസമ്പന്നനായിരുന്ന ആ വേളകളിൽ നിങ്ങൾക്ക് പുറത്തെടുക്കാൻ പറ്റിയ ആ സോഴ്സുകളെല്ലാം നിങ്ങൾക്ക് മറ്റൊരു വേളയിലും, ഈ നിമിഷം വേണമെങ്കിലും, നാളെ വേണമെങ്കിലും, എപ്പോൾ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താൻ പറ്റും. കാരണം അതെല്ലാം നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന സമ്പാദ്യങ്ങളാണ്, അല്ലെങ്കിൽ വജ്രശേഖരങ്ങളാണ്. നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന, നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് വേണ്ട ഒരു സാഹചര്യം ഇവയെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതിനു വേണ്ടിയിട്ടുള്ളൊരു NLP ടെക്നിക്ക് നിങ്ങളുമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ വിഭവങ്ങളും നിങ്ങളിൽ തന്നെയുണ്ട് എന്ന NLPയുടെ ഒരു ഉറച്ച വിശ്വാസമാണ് ഇവിടെ നാം പുറത്തെടുക്കാൻ പോകുന്നതും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഇന്നു തൊട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നതും. നിങ്ങളുടെ ഭൂതകാലത്ത് നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഇത്തരം നല്ല മുഹൂർത്തങ്ങളെ എങ്ങനെ നിങ്ങൾക്ക് മറ്റൊരു വേളയിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണ് സർക്കിൾ ഓഫ് എക്സലൻസ്. ഇനി വേണമെങ്കിൽ ക്യൂബ് ഓഫ് എക്സലൻസ് ആക്കാം, ബലൂൺ ഓഫ് എക്സലൻസ് ആക്കാം. അങ്ങനെ പല രീതിയിലുള്ള മെത്തേഡ്സും ഇത് തന്നെ പല രീതിയിലായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പം ചോദിച്ചേക്കാം, ഈ ടെക്നിക്കൊക്കെ പ്രാവർത്തികമാണോ? പ്രാവർത്തികമാണ്. ഓരോ മനുഷ്യൻ്റെ ജീവിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ തലച്ചോറിൽ അവൻ എന്താണോ ചിന്തിക്കുന്നത്, തലച്ചോറ് ഏതൊരു വികാരമാണോ രൂപപ്പെടുന്നത്, അതാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതം. അപ്പോൾ ഈ ചിന്തകളെയും ഈ വികാരങ്ങളെയും മറ്റൊരു ഇന്നർ എൻജിനീയറിങ്ങിലൂടെ നാം മാറ്റിപ്പണിത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാനും അതിൻ്റെ ഒരു ഫലം നമുക്ക് അനുഭവിക്കാനും കഴിയും. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യമായിട്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് നിങ്ങളെ തലച്ചോറിന് പുറത്തെടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സമയത്തിലേക്ക് നിങ്ങൾ ഒന്ന് തിരിച്ചു പോവുക. നിങ്ങളുടെ പാസ്റ്റിൻ്റെ പുസ്തകങ്ങളൊന്ന് മറിച്ചിട്ട് അതിൽ നിന്ന് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ജീവിത മുഹൂർത്തത്തെ നിങ്ങളുടെ ബോധത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് എഴുന്നേറ്റ് നിൽക്കുക. ആ കോൺഫിഡൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹസമ്പന്നമായിട്ടുള്ള ആ നിമിഷത്തെ ഒന്ന് പുറത്തെടുക്കുക. അവിടെ നിങ്ങൾ കേട്ട പാട്ടുകൾ ഒന്ന് കേൾക്കുന്നതായിട്ട് ഭാവിക്കുക. അവിടെ കേട്ട ശബ്ദങ്ങൾ കേൾക്കുക, അവിടെ കേട്ട സ്മെല്ല് നുകരുക. അതുപോലെ അവിടെ കണ്ട കാഴ്ചകളൊക്കെ ഒന്നുകൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇനി നമ്മൾ സർക്കിൾ ഓഫ് എക്സലൻസ് ിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ കാലിന് ചുറ്റും ഒരു സർക്കിൾ ഉള്ളതായിട്ട് നിങ്ങൾ ഊഹിക്കുക. ഒരു സർക്കിൾ, ഒരു വട്ടമുണ്ട് നിങ്ങളുടെ കാലിന് ചുറ്റും. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ അതിന് കൊടുക്കുക. ആണെങ്കിൽ ഒരു കമ്പി ഇങ്ങനെ നിലത്ത് വീണാലുള്ള രീതിയിലുള്ള ഒരു ശബ്ദമൊക്കെ അതിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് ഊഹിക്കാം. വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇരുമ്പിൻ്റെതായിരിക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വർണത്തിൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഊഹിച്ചല്ലോ. അതിന് നിങ്ങളുടെ ആ ഒരു ജീവിത മുഹൂർത്തത്തെക്കുറിച്ച് ചിന്തിച്ച് വളരെ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് നിങ്ങൾ ഊഹിച്ച്, പിന്നെ നിങ്ങൾ അതിൻ്റെ അനുഭൂതികൾ നുകർന്ന് അതിൻ്റെ സംഗീതം ശ്രവിച്ച ആ ഒരു നിങ്ങൾക്കിപ്പോൾ മനസ്സിലുണ്ടായ ഒരു അവസ്ഥയെ നിങ്ങളുടെ ശരീരം മൊത്തം നിങ്ങൾ ഫീൽ ചെയ്യുക. എന്നിട്ട് അതിനെ പുറത്തെടുത്തിട്ട് സർക്കിളിലേക്ക് നിക്ഷേപിച്ചതായിട്ട് ഊഹിക്കുക, അവിടെ വെക്കുക. എന്നിട്ട് സർക്കിളിൻ്റെ പുറത്തോട്ട് വരിക. ഇനി നിങ്ങൾ ഇതിനൊരു ക്യൂസ് ഉണ്ടാക്കണം. ഇനി നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾക്ക് ഒരുപാട് പേടി തോന്നുന്ന, ബേജാറ് തോന്നുന്ന ഒരു ഘട്ടത്തിൽ ഈ കോൺഫിഡൻസ് നിങ്ങൾക്ക്, ഈ റിങ് നിങ്ങളെ മുമ്പിലേക്ക് വിടരുന്നതായിട്ട് കാണുകയും അതിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആ കോൺഫിഡൻസ് നിങ്ങളെ ശരീരമാസകലം വ്യാപിച്ച് വരുന്നതായിട്ടും അനുഭവിക്കേണ്ടതുണ്ട്. അതിനൊരു ക്യൂ വേണം. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോസുമായിട്ട് സംസാരിക്കുമ്പോഴുള്ള പേടിയായിരിക്കാം, ഒരു പ്രസംഗിക്കാനുള്ള പേടിയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന് ക്യൂ ആയിട്ട് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ബോസിൻ്റെ ഡോറായിരിക്കണം അതിൻ്റെ ക്യൂ. ആ ഡോറ് കാണുമ്പോൾ നിങ്ങൾക്കിത് തോന്നണം, എന്നിട്ട് അതിലേക്ക് നിങ്ങൾ എൻട്രി ചെയ്യണം. അല്ലെങ്കിൽ പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു അഭ്യർത്ഥനയായിരിക്കാം ഇതിൻ്റെ ക്യൂ. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ നിങ്ങൾക്കത് എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ട്രിഗർ കൊടുക്കാം, ഇതിനെ എങ്ങനെ എടുത്തു വെക്കണം എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വിരൽ ഇങ്ങനെ ഞൊട്ടുമ്പോൾ
വിരലുകൊണ്ട് ഇങ്ങനെ അമർത്തുമ്പം അതങ്ങോട്ട് ആ റിങ് നിങ്ങളെ ചുറ്റും വരുന്നതായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ ഈ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആ റിങ് വ്യാപിച്ച് വരുന്നതായിട്ട് ചിന്തിക്കാം. ഇനി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഏതൊരു ഘട്ടത്തിലാണത് ഉപയോഗിക്കേണ്ടത്, ആ ഘട്ടവും ഈ ഫസ്റ്റായിട്ടുള്ള ഈ കോൺഫിഡൻസ് ഉണ്ടായുള്ള ഈ സ്റ്റേറ്റും തമ്മിൽ ലിങ്ക് ചെയ്യണം. എവിടെയാണോ കോൺഫിഡൻസ് വേണ്ടത് അതിന് നിങ്ങൾ ഏതൊരു ക്യൂ ആണോ ഉണ്ടാക്കിയത്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ബോസിൻ്റെ ഡോറോ അല്ലെങ്കിൽ നിങ്ങളെ പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നതോ നിങ്ങളൊന്നും ചിന്തിക്കാം. എന്നിട്ട് അങ്ങനെ ബേജാറായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഡോറ് കാണുന്നു. ആ ഡോറ് കാണുമ്പോൾ നിങ്ങളിലേക്ക് ആ കോൺഫിഡൻസിൻ്റെ ആ റിങ്, എക്സലൻസിൻ്റെ ആ റിങ് നിങ്ങളിങ്ങനെ ഒരു പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ വിടരുന്നത് പോലെ നിങ്ങളെ ചുറ്റും ഇങ്ങനെ വിടർന്നു വരുന്നു. നിങ്ങൾ അതിലേക്ക് എൻട്രി ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് ലഭിച്ച ആ മാനസികാവസ്ഥകളെല്ലാം നിങ്ങളിലേക്ക് വ്യാപിച്ചു വരുന്നു. അത് നിങ്ങൾ കോൺഫിഡൻസ് ആയിട്ട് പടർന്ന് പന്തലിക്കുന്നു. എന്നിട്ട് ആ കോൺഫിഡൻസോടെ നിങ്ങൾ ബോസിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു സാഹചര്യത്തിലാണോ ആ സാഹചര്യത്തിലേക്ക് എൻട്രി ചെയ്യുന്നത് ചിന്തിച്ച് നോക്കൂ. ഇനി നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഇതുപോലെ ഭാവിയിൽ വരാൻ പോകുന്ന മുഹൂർത്തത്തെക്കുറിച്ച് ചിന്തിക്കുകയും അവിടെ നിങ്ങളെ എക്സലൻസിൻ്റെ റിങ് നിങ്ങൾക്ക് ചുറ്റും തെളിയുന്നതും പിന്നീട് ആ ഒരു എക്സലൻസ് അതിൻ്റെ മാനസികാവസ്ഥകളെല്ലാം നിങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നിങ്ങൾ അത്തരം ഫേസ് ചെയ്യുന്നതൊക്കെ ഒന്ന് റിഹേഴ്സൽ ചെയ്തിട്ട് അത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പ്രിപ്പയർ ചെയ്ത് പിന്നീട് ആ ഒരു മുഹൂർത്തം വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള എക്സലൻസ് നിങ്ങൾ കൈവരിച്ചിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സോഴ്സുകളും നിങ്ങൾ ഓൾറെഡി നേടിയിരിക്കും. ഇത് നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫ്യൂച്ചർ ഇവൻറ്റിന് വേണ്ടി നിങ്ങളൊന്ന് തയ്യാറാക്കിയിട്ട് അതിനെക്കുറിച്ചുള്ള റിസൾട്ട് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ വഴി പറഞ്ഞറിയിക്കുക. NLPയെക്കുറിച്ചുള്ള ഈ പഠനം നമുക്ക് വീണ്ടും തുടരാം. ബൈ.